ഹായ് ഓൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള ഒരു വെജിറ്റേറിയൻ കറിയാണ്. അതാണ് ചീരപ്പരിപ്പ് കറി. ഇത് ചപ്പാത്തിയുടെ കൂടെയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഇത് ചോറിൻ്റെ കൂടെ നല്ല രുചിയാട്ടോ. അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യണം. ഞാനിവിടെ എടുക്കുന്ന ഡാൽ ഏതാണെന്ന് വെച്ചാൽ മസൂർ ഡാലാണ്. നമ്മുടെ ആ ഓറഞ്ച് കളറിരിക്കുന്ന ഒരു ഡാലില്ലേ അതാട്ടോ. ഇത് ഭയങ്കര ഗുണമാട്ടോ ഈ ഡാലിൽ. ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റൊക്കെ ഉണ്ട്. ഞാനത് എന്തൊക്കെ ഡീറ്റെയിൽസ് ഞാനിവിടെ കാണിക്കാം. അപ്പം നിങ്ങൾ ഈ ഡാൽ എടുക്കാൻ നോക്കുക. ഇതിന് രുചി നല്ല ടേസ്റ്റാട്ടോ. നമ്മുടെ മറ്റേ ചെറുപയർ പരിപ്പിനേക്കാളും ഒക്കെ ടേസ്റ്റാണ് ഈ ഡാലിന്. അത് കഴിഞ്ഞ് നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. ഒന്ന് ഒരു 5 മിനിറ്റ് വറുത്തതിന് ശേഷം നമുക്കിത് നല്ലപോലെ കഴുകിയെടുക്കണം. ഒരു 5-6 പ്രാവശ്യം കഴുകണം കേട്ടോ. അതിലൊരു അഴുക്കൊക്കെ പോകുന്നവരെ കഴുകിയതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം കുക്കറിലിട്ടതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും പച്ചമുളകും കുറച്ച് ഉപ്പും ചേർത്ത് നമുക്കിതൊരു 5 വിസിൽ വെക്കേണ്ടി വരും. ആ പരിപ്പ് നല്ല പോലെ വേവണം. അതുകൊണ്ടാണ് 5 വിസിൽ, ഹൈ ഫ്ലെയിമിലാണ് 5 വിസിൽ വെക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ചീരയൊക്കെ ഒന്ന് വൃത്തിയാക്കാം. ഞാനൊരു ബണ്ടിൽ ചീര എടുത്തിട്ടുണ്ട്, പക്ഷേ അത്ര ആവശ്യമില്ല. ഞാനിവിടെ 2 പിടി ചീര എടുക്കുന്നുള്ളൂ. പിന്നെ ഇതിനുള്ള ഒരു അരപ്പുണ്ട്. അതാണ് തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും മഞ്ഞൾപ്പൊടിയും ചേർത്ത്, വെള്ളം ചേർക്കണ്ട കേട്ടോ, വെള്ളം ചേർക്കാതെ ഒന്ന് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. അതിന് ശേഷം നമ്മുടെ ഡാല് വെന്തോന്ന് നോക്കണം. അപ്പോൾ നല്ലപോലെ അത് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചീര ഇട്ട് കൊടുക്കാം. ചീര ഇതാക്കണ്ട, 2 പിടിയാണ് എടുക്കുന്നത്. 2 പിടി എടുത്താൽ മതി. 1 പിടിയോ 2 പിടിയോ അത്രേ ആവശ്യമുള്ളൂ. ഒത്തിരി ചീര അങ്ങ് ഇടണ്ട കേട്ടോ. പിന്നെ നമുക്ക് ഈ ചീര ഒന്ന് പരിപ്പിൽ കിടന്ന് ഒന്ന് വേവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒരു 5-6 മിനിറ്റ് എടുക്കത്തുള്ളൂ. ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കുക. അത് കഴിഞ്ഞ് നമുക്ക് നേരത്തെ അരച്ച് വെച്ച അരപ്പില്ലേ, തേങ്ങയൊക്കെ, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് ഒരു 5 മിനിറ്റ് ഇട്ട് വേവിക്കണേ. തേങ്ങയുടെ അരപ്പിൻ്റെ ആ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറണം. അതുകൊണ്ടാണ് ഒന്ന് വേവിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അല്ലെങ്കിൽ കട്ടിയായിട്ടിരിക്കും പരിപ്പ് കറി. ഇപ്പോൾ ഇത് കണ്ട ഇച്ചിരി നല്ലൊരു ലൂസ് കൺസിസ്റ്റൻസിയാണ്. അപ്പം ഇങ്ങനെ ഇരിക്കണം, അല്ലെങ്കിൽ ഇരിക്കും തോറും അത് കട്ടിയായിട്ട് പോകും. അപ്പോൾ അതാ ഈ കൺസിസ്റ്റൻസിയിൽ നിർത്തണേ. അപ്പോൾ നമ്മുടെ കറി റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് പൊട്ടിച്ചിട്ടാൽ മതി. അപ്പോൾ ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഇട്ടതിന് ശേഷം അതിലേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പില, ചെറിയുള്ളി വട്ടത്തിലാണ് അരിഞ്ഞെടുക്കേണ്ടത്. ഒരു 10 ചെറിയുള്ളിയെങ്കിലും വേണം. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ച് നമുക്ക് കറിയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചപ്പാത്തിയുടെ കൂടെയായിരുന്നു എടുത്തത്, ഡിന്നറാക്കിയായിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ കറി ഇഷ്ടപ്പെടും. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമുക്ക് വീണ്ടും പുതിയ റെസിപ്പി ആയിട്ട് കാണാം. ബൈ ബൈ, സീ യു.